ഓൾ ഇന്ത്യ ജം ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൗൺസിൽ സംഘടിപ്പിക്കുന്ന നാഷണൽ ജ്വല്ലറി കോൺഫറൻസ് അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ ജൂലൈ 6, 7, 8 തീയതികളിലായി നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ GJC ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനും GJC ഡയറക്ടറും കൺവീനറുമായ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസറും നമ്മളോട് പങ്കുവയ്ക്കുന്നു. AKGSMA നടത്തുന്ന 4ാമത്തെ എഡിഷനാണ് നാളെ ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്ന എക്സിബിഷൻ. യുണൈറ്റഡ് എക്സിബിഷനാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ഏകദേശം 400ഓളം സ്റ്റാളുകൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഏകദേശം 5000-ലധികം വ്യാപാരികൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 3 ദിവസങ്ങളായിട്ടാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. അതോടൊപ്പം GJCയുടെ ഒരു ദേശീയ കോൺഫറൻസും കൂടെ 7-ാം തീയതി രാവിലെ ഇവിടെ അരങ്ങേറും. ഇന്ത്യയിലൊട്ടുക്കുമുള്ള GJCയുടെ നേതാക്കളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഇൻഡസ്ട്രിയൽ ജയൻസ് എന്ന് പറയുന്ന, അതായത് ജ്വല്ലറി ഇൻഡസ്ട്രിയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ആളുകൾ ചേർന്നാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്. GJCയുടെ ഷോ ഉദ്ഘാടനം ചെയ്തത് ഓൺലൈനായിട്ട് നിതിൻ ഗഡ്കരി ഓൺലൈനായിട്ട് ഈ ഒരു GJCയുടെ നാഷണൽ കോൺഫറൻസ് ഇനോഗ്രേഷൻ നടത്തും. ബെന്നി ബെഹനാൻ MP-യും ഈ ഒരു പരിപാടിയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. അതിനൊക്കെ പുറത്ത് ഞങ്ങളെ ഒരു പ്രതീക്ഷ കേരളത്തിലെ ചെറുകിട വ്യാപാരികൾക്ക് അവർക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ കണ്ടെത്തി അത് പർച്ചേസ് ചെയ്ത് അവരുടെ കടയിൽ നിന്ന് വിൽപ്പന നടത്തുക എന്ന AKGSMAയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനാണ് ഈ തരത്തിലുള്ള ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. എല്ലാ വർഷവും ജൂലൈ മാസത്തിലാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ഒട്ടുക്കും എക്സിബിഷൻ നടക്കുമ്പോൾ എക്സിബിഷൻ കലണ്ടറിൻ്റെ എല്ലാ എക്സിബിഷനിലും പങ്കെടുക്കുന്ന എക്സിബിറ്റേഴ്സ് ഏകദേശം ഈക്വൽ ആവുമ്പോൾ നമുക്ക് കൂടെ അവർക്കൊരു പ്രാധാന്യം ലഭിക്കത്തക്ക രീതിയിലാണ് ഇത് ആസൂത്രണം ചെയ്യുന്നത്. വളരെ നല്ല നിലയിൽ കഴിഞ്ഞ 3 എഡിഷനും നടന്നു കഴിഞ്ഞു. 4ാമത്തെ എഡിഷനും വളരെ നല്ല നിലയിൽ നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കേരള ഇൻ്റർനാഷണൽ ജ്വല്ലറി ഫെയർ 2024 ജൂലൈ 6, 7, 8 തീയതികളിലായി അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുകയാണ്. കേരളത്തിനകത്തും പുറത്തുനിന്നുള്ള ഒട്ടേറെ നിർമ്മാതാക്കൾ ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നു. ഏതാണ്ട് 5000-ഓളം ജുവലറികൾ ഈ പ്രദർശനം കാണാനായിട്ട് എത്തുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തുനിന്നുള്ള എക്സിബിറ്റേഴ്സാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇത് ബാങ്കോക്കിലും തായ്ലൻഡിലും മലേഷ്യയിലും ഒക്കെ ആയിരുന്നു ഇതിൻ്റെയൊക്കെ അതേ എക്സിബിഷൻ നമ്മൾ കേരളത്തിലേക്ക് പറിച്ചു നടുകയാണ്. അപ്പോൾ വേൾഡ് ക്ലാസ് എക്സിബിഷനിൽ പെടുന്നതാണ് ഇപ്പോൾ KIJF. ആ എക്സിബിഷനിലേക്ക് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. പുതിയ ട്രെൻഡുകൾ വരുന്നുണ്ട്. സ്വർണ്ണ വ്യാപാര മേഖലയിലെ ട്രെൻഡുകളിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ആ മാറ്റങ്ങൾ കേരളത്തിലെ ജ്വല്ലറി മേഖലയിലും ഉപഭോക്താക്കൾക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയൊരു എക്സിബിഷൻ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ എക്സിബിഷൻ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ജൂലൈ 7-ാം തീയതി ഓൾ ഇന്ത്യ ജം ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൗൺസിലിൻ്റെ ദേശീയ സമ്മേളനം നടക്കും. ഈ എക്സിബിഷനിൽ പരമ്പരാഗതമായ കേരള ബ്രാൻഡ് പ്രോഡക്ട്സുകളും നമ്മൾ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൻറ്റിക് പ്രോഡക്റ്റുകൾ അതെങ്ങനെ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സായി കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് എത്തിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് നമ്മൾ അതിനെക്കുറിച്ച് അത്തരം ആഭരണങ്ങൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. കാര്യം സ്വർണത്തിൻ്റെ വില ക്രമാതീതമായി ഉയർന്നപ്പോൾ വലിയ തൂക്കങ്ങൾക്ക് ഇപ്പോൾ ആവശ്യക്കാർ കുറവാണ്. അതുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് ട്രെൻഡ്സാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് അത്തരം ആഭരണങ്ങൾ വലിയ മുന്തിയ ഫാഷനുകൾ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ എക്സിബിഷനോട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എക്സിബിഷനിൽ നമ്മൾ വിവിധ സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വർണ്ണാഭരണ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട അവരഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും സെമിനാറുകളായി ചിത്രീകരിച്ചിട്ടുണ്ട്. ആ സെമിനാർ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം, ഈ പ്രദർശനം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അതിൻ്റെ സെമിനാറുകൾ നടക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ B. ഗോവിന്ദൻ കോഫി വിത്ത് ചേതൻ കുമാർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് ഇൻഡസ്ട്രിയിലെ പൊതുവായ വിഷയങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ വൈകിട്ട് 8 മണിക്ക് ഒരു അവാർഡ് നൈറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അവാർഡ് നൈറ്റ് ബഹുമാനായ MP ശ്രീ ഫ്രാൻസിസ് ജോർജ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. കേരളത്തിലെ സ്വർണ്ണാഭരണ വ്യാപാര മേഖലയിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയും അവർക്ക് അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്യും.